എല്ലാവർക്കും നമസ്കാരം. ഇന്നും പതിവ് പോലെ തന്നെ സ്മൂളിലെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, അതായത് നമ്മളെല്ലാവരും സ്മൂളിൽ പാട്ട് പാടുന്നവരാണ്. VIP അക്കൗണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളൊരു പാട്ട് മുഴുവനായിട്ട് പാടുമ്പോൾ VIP ഉള്ളവർ സോളോ പാടാറുണ്ട്. അവർ മുഴുവനായിട്ട് പാടുമ്പം ക്ഷമയോടെ കേട്ടിരുന്ന് മ്യൂസിക്കുകളെല്ലാം കേട്ട് ആദ്യം മുതൽ അവസാനം വരെ പാടാറുണ്ട്. ഓക്കെ, നമുക്കൊരു പാട്ടിനൊരു പ്രത്യേകിച്ച് ബേസിക് പറയുകയാണെങ്കിൽ പല്ലവി, അനുപല്ലവി, ചരണം 3 ഭാഗങ്ങളുണ്ട് ഒരു പാട്ടിന്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 4 വരി, രണ്ടാമത്തെ 4 വരി, മൂന്നാമത്തെ 4 വരി. ഓക്കെ, അതിനിടയ്ക്ക് മ്യൂസിക്കുകൾ വരാറുണ്ട്. ആ മ്യൂസിക്കുകൾ കേട്ടതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പാടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനെന്ന് പറയുന്നത്, നമുക്ക് ഈ മ്യൂസിക് കേൾക്കാതെ തന്നെ അപ്പം ആദ്യത്തെ 4 വരി പാടിക്കഴിഞ്ഞാൽ പിന്നത്തെ മ്യൂസിക് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് രണ്ടാമത്തെ ആ 4 വരി നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പാടാം. ഓക്കെ, ഇത് മാക്സിമം ഏകദേശം ആളുകൾക്ക് അറിയുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ VIP അല്ലാത്തവർ ഇൻവൈറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് പാടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പം അവർ പാടുന്ന ആ ഒരു പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. സ്കിപ്പ് ചെയ്ത് വിട്ടതിന് ശേഷം നമ്മുടെ ഭാഗം മാത്രം നമുക്കെടുത്ത് പാടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, എത്ര എളുപ്പമാണ്. നമ്മൾ നേരത്തെയൊക്കെ ഞാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ വേഗം ടയേർഡാകും. നമുക്ക് നല്ല ആഗ്രഹമായിരിക്കും ഒരു ദിവസം ഒരു 4 പാട്ട് നമുക്ക് ഫ്രീ കിട്ടുന്ന, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും. ആ ദിവസം നമുക്കൊരു 5 പാട്ട് 6 പാട്ട് പാടണം എന്നൊക്കെ ആഗ്രഹിച്ച് നമ്മൾ പാടുമ്പം 2-3 പാട്ടിനുള്ളിൽ തന്നെ നമ്മൾ ക്ഷീണിക്കും. കാരണം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്, എങ്ങനെയാണ് സ്മൂളിൽ സോളോ പാടുമ്പോഴും അതുപോലെ തന്നെ ഇൻവൈറ്റിൽ ജോയിൻ ചെയ്ത് പാടുമ്പോഴും മ്യൂസിക് നമുക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഭാഗം മാത്രം, അതായത് നമ്മൾ പാടേണ്ട ആ ഒരു ഭാഗം മാത്രം നമ്മൾ എങ്ങനെയാണ് പാടുക എന്നാണ്. ഓക്കെ, മൈ നെയിം ഈസ് ക്രിസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ. നമുക്ക് ആദ്യമായിട്ട് തന്നെ സ്മൂൾ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് സെർച്ച് ചെയ്യാം. ഞാൻ നിലാ പൈതലെ എന്നുള്ള പാട്ട് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം കാണുന്ന നിലാ പൈതലെ HQ ഫുൾ സ്കാരമൊക്കെ ഞാൻ സിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ VIP ആയതുകൊണ്ട് സോളോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് മെയിൻ പേജിലോട്ട് വന്നു, പാടാനുള്ള പേജിലോട്ട് വന്നു. ഇനി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഡിയോ വീഡിയോ എന്ന് 2 ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓഡിയോ വീഡിയോ എന്നുള്ള 2 ഓപ്ഷനിൽ നമുക്ക് ഓഡിയോയിൽ മാത്രമേ ഇപ്പം ഈ ഫെസിലിറ്റി ഉള്ളൂ. അതായത് ഈ സ്ക്രോൾ ചെയ്ത് പാടാനുള്ള, ഈ ലിറിക്സ് സ്ക്രോൾ ചെയ്ത് പാടാനുള്ള ഓപ്ഷൻ ഓഡിയോയിൽ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. വീഡിയോയിൽ ചിലപ്പം ഭാവിയിൽ അപ്ഡേഷൻ വന്നെങ്കിലായി, നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പം നിങ്ങൾക്ക് ഈ പാട്ട് കേൾപ്പിക്കുന്നില്ല. കാരണം ഈ പാട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. ഈ ട്രാക്ക് ഇട്ട് ഞാൻ പാടി നിങ്ങളെ കേൾപ്പിക്കുമ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാനങ്ങനെ കേൾപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വിഷ്വൽ, അതായത് ഈ ഒരു വീഡിയോ കാണുമ്പം എങ്ങനെയാണ് സെറ്റിങ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ കാണിക്കാത്തത്. കാരണം എനിക്ക് ഇനിയും വീഡിയോ ചെയ്യണം. കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ചാനലിനേക്ക് അത് ബാധിക്കും. അതുകൊണ്ടാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഇനി ഞാൻ ഈ പാട്ട് പാടാൻ വേണ്ടി പോയാണ്. ഹെഡ്ഫോൺ പ്ലഗ് ഇൻ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ. ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ പാട്ട് ഓപ്ഷനിലേക്ക് വന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാൻ മെല്ലെ സ്ക്രോൾ ചെയ്യുകയാണ് താഴോട്ട്. നിങ്ങൾക്ക് കാണാം ഒരു ഹൊറിസോണ്ടൽ ലൈന് കാണാം, ഒരു വൈറ്റ് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, എല്ലാവരുടെ മൊബൈലിലും ഇതുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ പാടുന്നത് ആദ്യത്തെ നിലാ പൈതലെ എന്നുള്ള ആ പോർഷനിൽ ഞാൻ ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അവിടെ ആ ലിറിക്സ് കൊണ്ടുവച്ചു. ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ ഒരു 3 സെക്കൻഡ് പിന്നിൽ നമുക്ക് ഇതാ വന്ന് പാടാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആ 4 വരി, ആദ്യത്തെ 4 വരി പാടിക്കഴിഞ്ഞതിന് ശേഷം താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇതാ അടുത്ത അനുപല്ലവിയിൽ മുളം തണ്ടായി മുറിഞ്ഞ നിൻ എന്ന് കാണുന്നുണ്ട് താഴെ. ഓക്കെ, അതിന് മുമ്പിലുള്ള പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു പോർഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഫോളോ മീ എന്നുള്ള ആ ഒരു ഭാഗമില്ലേ, ആ മ്യൂസിക്കിൻ്റെയാണ്. ഇനി നമുക്ക് മുളം തണ്ടായാണ് പാടേണ്ടത്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് കൊണ്ടുവന്നു. മുളം തണ്ടായി മുറിഞ്ഞതിൻ അവിടെ ഗ്രാഫ്, അതായത് ഹൊറിസോണ്ടൽ ലൈൻ അവിടെ വയ്ക്കുന്നു. ഇനി നമ്മൾ പാടാൻ വേണ്ടി പോവുകയാണ്. ഇതാ ഒരു 3 സെക്കൻഡ് ബാക്കിലേക്ക് വന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ അത് പാടാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക, അനുപല്ലവിക്ക് മുമ്പുള്ള മ്യൂസിക് നമുക്ക് ഫുള്ള് കേട്ടിട്ട് ആ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ഇനി ചരണത്തിന് മുമ്പും ഇതുപോലെ തന്നെ. പറന്നെന്നാൽ തളർന്നു പോവും, അവിടെ കൊണ്ടുവയ്ക്കുക ആ ഗ്രാഫ്. ഇതാ നമുക്ക് അവിടെ കറക്റ്റ് പാടാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും നല്ല സൂപ്പർ ഒരു ഫെസിലിറ്റിയാണ്. നമ്മളിത് മാക്സിമം ഉപയോഗിക്കുക. കാരണം നമുക്ക് അത്രയും മ്യൂസിക് ലാഭിക്കാമെന്ന് മാത്രമല്ല, നമ്മൾ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുണ്ടാവും കേട്ടോ, നോ പ്രോബ്ലം.
അപ്പോൾ നമുക്ക് ആ മ്യൂസിക് ആ ടൈം ലാഭിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഒരു ദിവസം 3 പാട്ടാണ് പാടുന്നെങ്കിൽ ഒരു ദിവസം 6 പാട്ടൊക്കെ പാടാം. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു ഉപയോഗമുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫോളോ ചെയ്യുക. ഒരു കാര്യം, ഞാനിത് സേവ് ചെയ്യുന്നില്ല, കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയതുകൊണ്ട് സേവ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നിലവിൽ വീഡിയോ ഓപ്ഷനിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് പാടാൻ വേണ്ടി സാധിക്കില്ല. ഓഡിയോ ഓപ്ഷനിൽ മാത്രമേ, അതായത് ഓഡിയോ നമ്മൾ പാടുമ്പോൾ മാത്രമേ, നമ്മൾ വീഡിയോ ഇല്ലാതെ ഓഡിയോ പാടുമ്പോൾ മാത്രമേ നമുക്ക് സ്ക്രോൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, അത് ജോയിൻ ചെയ്ത് പാടുമ്പോഴും നമ്മൾ സോളോ പാടുമ്പോഴും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. വീഡിയോയിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ആക്സസ് ലഭിക്കും എന്ന് കരുതി സ്ക്രോൾ ചെയ്ത് നോക്കരുത്, കാരണം വീഡിയോയിൽ ഈ ഒരു ആക്സസ് ഇല്ല. ഭാവിയിൽ ചിലപ്പോൾ വരുമായിരിക്കാം. ഇപ്പോഴത്തെ നിലവിൽ ഇതുവരെയുള്ള അപ്ഡേഷനിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി സ്മൂള് തന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞാനിപ്പോൾ കാണിച്ചു തന്ന ഓഡിയോയിൽ ഞാൻ സ്ക്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നു. ഇനി ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഡൗട്ടുണ്ട്, ഇനി ജോയിൻ ചെയ്ത് പാടുന്നത് എങ്ങനെയാണ്. ഓക്കെ, അതും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പം ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ജോയിൻ ചെയ്ത് പാടുമ്പോഴും അവരുടെ കൂടെ, അതായത് നമുക്ക് ഇൻവൈറ്റ് വരുന്ന പാട്ടുകൾ നമ്മൾ ജോയിൻ ചെയ്ത് പാടുമ്പോഴും ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് നിങ്ങൾ പാടേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടൈം ലാഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര പാട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അധികം ടയർഡൊന്നും ഇല്ലാതെ പാടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനിയും ഇതുപോലെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിരവധി വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെയെന്ന് പറയുന്നത്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറേ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാത്തിൻ്റെയും ഉണ്ട്, സ്റ്റാർ മേക്കർ, സ്മൂള്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ ഉപകരിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്നത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.